വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾക്കൊരു ഇ ക്ലാസ് ബെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന വണ്ടിയാണ്. അതിൻ്റെ റണ്ണിങ് ബോർഡും ആയാലും അതുപോലെ തന്നെ 2 ഡോറായാലും ഡെൻ്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഐമോ ലാമിനേഷൻ കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യണം. പിന്നെ നമ്മൾക്ക് ഫുള്ളായിട്ട് വാക്സ് പോളിഷിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇന്ത്യയിൽ അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. 2017 മോഡൽ ബെൻസ് ഉണ്ട്. പക്ഷേ അത് പൊട്ടിപ്പോയാണ് കേട്ടോ. അതിൻ്റെ എല്ലാ സ്വിച്ച് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞത് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ആ ഡോർ ഇന്നർ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതും ഡെൻറ്റിംഗ് പുള്ളർ യൂസ് ചെയ്ത് വലിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആർച്ച് കറക്റ്റ് അറിയാനല്ലായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ഷേപ്പ് ചെയ്ത് നമ്മുടെ പുള്ളർ യൂസ് ചെയ്ത് കറക്റ്റ് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. റൗണ്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രീസർ വാങ്ങിയില്ല വണ്ടിയിൽ. ബെൻസ് ഫുള്ളായിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ 2 ഡോറ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ആ സൈഡിലുള്ള ക്വാർട്ടർ പാനൽ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പർ പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഫുള്ളായിട്ട് തന്നെ വണ്ടി കംപ്ലീറ്റ് നീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പോളിഷിംഗ് ആണ്. പോളിഷിങ്ങിലേക്ക് പോകും. തരാം. ക്ഷേമമാണല്ലേ. നല്ല കാലം അമ്മായി ഉറപ്പ്. അപ്പോൾ നമ്മളുടെ വണ്ടിയിൽ ബെൻസ് ഫുള്ളായിട്ട് വണ്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2 ഡോറ് അതേപോലെ തന്നെ ബാക്കിൽ ക്വാർട്ടർ പാനൽ എല്ലാം ഫുള്ളായിട്ട് തന്നെ പെയിൻറ്റിങ് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ വാക്സ് പോളിഷിങ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ബമ്പർ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ ബമ്പർ ചെറിയ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഈ വണ്ടിയുമ്പോൾ PPF കിറ്റ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കിറ്റ് നമ്മൾ സൈഡ് ഭാഗത്ത് ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്തു. ഇപ്പോൾ ബോണറ്റുമേയും ബാക്ക് ഡിക്കിയുമേയും മാത്രം ബാക്കിയുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഫുള്ളായിട്ട് വാക്സ് പോളിഷിങ് കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് മാത്രം നല്ല ഗ്ലേസിങ്ങും ഷൈനിങ്ങും PPF കിറ്റ് ഇട്ട ഒരു ഭാഗത്ത് യെല്ലോ ഷെയ്ഡും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PPF കിറ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് പുതിയത് ലാമിനേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കസ്റ്റമർ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പുതിയ ലാമിനേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ ചെയ്യണില്ല. നമ്മൾ വേറൊരാൾക്ക് കൊടുത്ത് ചെയ്യിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഫുൾ വാക്സ് പോളിഷിങ് ചെയ്തപ്പോൾ
നല്ല ഷൈനിങ് വന്നു. അപ്പോൾ കിറ്റിൻ്റെ അത് കുറച്ച് ഇയറായ കാരണമായിരിക്കും ചിലയിടത്ത് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സൈഡ് ഭാഗം റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ബോണറ്റും ഫെൻഡറും റിമൂവ് ചെയ്യാതെ, ബോണറ്റും ഡിക്കും റിമൂവ് ചെയ്യാത്ത കാരണം അതൊരു വേറിട്ട് നിൽക്കണം, കളർ ഡിഫറൻസ് നിൽക്കണം. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ആൾ PPF കിറ്റ് ലാമിനേറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ബാക്കിയുണ്ട്. ബാക്കി നമ്മുടെ ഫുള്ളായിട്ടുള്ള വർക്ക്, നമ്മളുടെ പെയിൻറ്റിങ്ങിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. PPF കിറ്റ് നമ്മൾ റിമൂവ് ചെയ്തത് നമ്മളാണ് കേട്ടോ. നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഈസി പ്രൊസീജിയറൊക്കെ ഉണ്ട്. ആ ഒരു പ്രൊസീജിയറിലൊക്കെ നമ്മൾ ചെയ്തത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആയിരിക്കും ഹോട്ട് ഗണ്ണ് യൂസ് ചെയ്തിട്ട് PPF കിറ്റ് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ. പക്ഷേ അത് ശരിക്കും പറ്റില്ല. ശരിക്കും ഭയങ്കര പാടായിരിക്കും ഹോട്ട് ഗണ്ണ് യൂസ് ചെയ്തിട്ട് PPF കിറ്റ് റിമൂവ് ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്ത രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടവൽ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് മാസ്കിങ് ചെയ്ത് വെച്ചു ബോഡിയുമോ. അതിനുശേഷം ഹോട്ട് ആയിട്ടുള്ള വാട്ടർ വെള്ളം ഉപയോഗിച്ചിട്ട് ഒഴിച്ചു. അതായത് വെള്ളം ഹോട്ട് വാട്ടർ നമ്മളുടെ ബോഡിയിലേക്ക് ഒഴിച്ചു. അതിന് ശേഷമാണ് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം PPF കിറ്റ് സിമ്പിളായിട്ട് റിമൂവ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ സൈഡ് ഭാഗത്തും കിറ്റ് റിമൂവ് ചെയ്തെടുത്ത് അത് നമ്മൾ ഒരുപാട് വീഡിയോസിലേക്ക് ഭയങ്കര പണിയെടുക്കുന്നുണ്ട്. ഈ ഹോട്ട് ഗണ്ണൊക്കെ യൂസ് ചെയ്ത് പറിച്ച് പക്ഷെ അങ്ങനെയൊന്നും വേണ്ട വന്നില്ല. ഹോട്ട് വാട്ടർ ടവലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഹോട്ട് വാട്ടർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ടവലെടുത്ത് മാറ്റിയിട്ട് ഒരു കോർണറിൽ നിന്ന് വലിച്ച് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ PPF കിറ്റ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു കിറ്റ് ഇനി ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ വർക്കും വണ്ടിയുടെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കാർ ഗാരേജിലെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾക്ക് ഇതേപോലെയുള്ള വണ്ടീസ് കാര്യങ്ങളൊക്കെ ടച്ചപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നമ്മൾ നീറ്റായിട്ട് തന്നെ ചെയ്തു തരും. ഇതിപ്പോൾ നമ്മളുടെ ഒരു സ്വിഫ്റ്റ് ഡിസയർ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വർക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആളുടെ ഒരു കെയർ ഓഫിലുള്ള വണ്ടി നമ്മൾക്ക് അയച്ചാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറഞ്ഞിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ചെറിയൊരു ഒട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു കിറ്റ് റിമൂവ് ലാമിനേറ്റ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പുകാർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. I see you dancing, I'm like, hola, 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 hola. With your move fancy, make me wanna hola, 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 hola. I got your attention, spending that moolah, 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 moolah. I'm a drop popping, pocket swolla, 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 swolla. Swolla, swolla, swolla. PPF ലാമിനേഷൻ കിറ്റിൻ്റെ ഡാമേജുകളാണ് ഇതൊക്കെ. ഈ ഒരു ഡാമേജ് ഉണ്ട്. അതേപോലെ ഇവിടെ യെല്ലോ ഷെയ്ഡ് വീണിട്ടുണ്ട്. അതേപോലെ ഇതിൽ കൂടെ സ്ക്രാച്ച് വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോണറ്റ് അതേപോലെ തന്നെ ബാക്കിലെ ഡിക്കി നമ്മൾ ആ ഒരു കിറ്റ് റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട്. ബാക്കി സൈഡിലെല്ലാം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡ് കാണാൻ കണ്ട നല്ലൊരു ക്ലിയറായി നിൽക്കുന്നു. ടോപ്പ് ഭാഗത്ത് യെല്ലോ ഷെയ്ഡ് വന്നു. അപ്പോൾ അതും റിമൂവ് ചെയ്ത വണ്ടി ഫുള്ളായിട്ട് തന്നെ നീറ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ. Your attention, spending that moolah, 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 moolah. I'm a drop in pocket, swolla.